ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മരിച്ചുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുനാഥൻ ഇപ്പോൾ നമ്മുടെ മധ്യേ എങ്ങനെയാണ് സന്നിഹിതനായിരിക്കുന്നത്? നമ്മളുമായി എങ്ങനെയാണ് അവിടുന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതെല്ലാം വഴികളിലൂടെയാണ് അവിടുത്തെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1373 ഖണ്ഡിക ക്രിസ്തു എപ്രകാരം ഇന്ന് തൻ്റെ സഭയിൽ വിവിധങ്ങളായ രീതിയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന് വിശദമാക്കുന്നുണ്ട്. ഒന്നാമതായി, അവിടുന്ന് തൻ്റെ വചനത്തിൽ സന്നിഹിതനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുനാഥൻ തൻ്റെ വചനത്തിൽ സന്നിഹിതനാണ്. ക്രിസ്തുനാഥൻ തന്നെയാണ് വചനം. വചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഈ വചനം തന്നെയായ ക്രിസ്തുനാഥനെയാണ് നാം യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്നത്. രണ്ടാമതായി, ക്രിസ്തുനാഥൻ തൻ്റെ നാമത്തിൽ 2-3 പേർ ഒന്നിച്ചു ചേരുന്ന സഭയുടെ പ്രാർത്ഥനകളിൽ സന്നിഹിതനാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട്: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിൽ ഒന്നു ചേരുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ മധ്യേ അവിടുന്ന് ഇന്നും സജീവനായി സന്നിഹിതനാണ്. മൂന്നാമതായി, ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലും രോഗികളിലും കാരാഗൃഹവാസികളിലും അവിടുന്ന് സന്നിഹിതനാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം കാണുന്ന അന്തിമവിധിയുടെ വിവരണം ഓർക്കുക. യേശുനാഥൻ തൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും നിൽക്കുന്നവരോട് പറയുന്നത് ഇതുതന്നെയല്ലേ: നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തപ്പോൾ എനിക്കാണ് നിങ്ങൾ ഭക്ഷണം തന്നത്. നിങ്ങൾ ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തപ്പോൾ എനിക്കാണ് നിങ്ങൾ കുടിക്കാൻ തന്നത്. നിങ്ങൾ നഗ്നനെ ഉടുപ്പിച്ചപ്പോൾ എന്നെയാണ് നിങ്ങൾ ഉടുപ്പിച്ചത്. നിങ്ങൾ രോഗികളെയും കാരാഗൃഹവാസികളെയും സന്ദർശിച്ചപ്പോൾ എന്നെയാണ് നിങ്ങൾ സന്ദർശിച്ചത്. അതേസമയം നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് നിങ്ങൾ നൽകാതിരുന്നത്. ദാഹിച്ചവന് കുടിക്കാൻ കൊടുക്കാതിരുന്നപ്പോൾ എനിക്കാണ് നിങ്ങൾ നൽകാതിരുന്നത്. എന്നെയാണ് നിങ്ങൾ ആശ്വസിപ്പിക്കാതിരുന്നത്. നിങ്ങൾ എന്നെയാണ് സന്ദർശിക്കാതിരുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത്. നമ്മുടെ ഇടയിൽ, നമ്മുടെ സാധാരണമായ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ ക്രിസ്തു നാം അറിയാതെ നമ്മുടെ കൺമുന്നിലൂടെ, നമ്മുടെ സമീപത്തുകൂടെ കടന്നു പോകുന്നുണ്ട്. വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും രോഗിയായും പീഡിപ്പിക്കപ്പെടുന്നവനായും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായും ഒക്കെ അവിടുന്ന് നമ്മുടെ ഇടയിൽ സന്നിഹിതനാണ്. യഥാർത്ഥത്തിൽ നമ്മളേറെ അകലം പാലിക്കുന്നതും ഇവരിൽ നിന്ന് തന്നെയല്ലേ? ഇവരെ പരിരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും സഹായിക്കേണ്ടതും ഞാനല്ല, അതിനുള്ള സന്നദ്ധ സംഘടനകളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞ് നാം ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്കതിനുള്ള അനുകൂലമായ സാഹചര്യമില്ലെന്നോ സൗകര്യമില്ലെന്നോ സാമ്പത്തിക ശേഷിയില്ലെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇവരെ അവഗണിക്കാറില്ലേ? ഓർക്കുക, നാം ക്രിസ്തുവിനെയാണ് അവഗണിക്കുന്നത്. നാം ക്രിസ്തുവിനെയാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത്. നാം ക്രിസ്തുവിൽ നിന്നാണ് ഒഴിഞ്ഞു മാറുന്നത്. സഭ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്: ക്രിസ്തു സ്ഥാപിച്ച തൻ്റെ കൂദാശകളിലും അവ പരികർമ്മം ചെയ്യുന്ന കാർമ്മികനിലും ദിവ്യബലിയിലും ഏറ്റവും സമുന്നതമായ രീതിയിൽ ദിവ്യകാരുണ്യ സാദൃശ്യങ്ങളിലും ക്രിസ്തുനാഥൻ നമ്മുടെ മധ്യേ ഇന്നും സന്നിഹിതനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ രീതികളിൽ നമ്മുടെ മധ്യേ നമ്മോടൊപ്പം ക്രിസ്തുനാഥൻ സന്നിഹിതനാണ്. അവിടുത്തെ തിരിച്ചറിയാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഏറെ പ്രത്യേകിച്ച് ഈ തപസ്സുകാലത്ത് ദരിദ്രരോടും രോഗികളോടും വിശപ്പനുഭവിക്കുന്നവരോടും പീഡിപ്പിക്കപ്പെടുന്നവരോടും ഒക്കെയും നമുക്ക് ചേർന്ന് നിൽക്കാനും സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.